കലോത്സവങ്ങളിലെ വിധികർത്താക്കളുടെ യോഗ്യത പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് ഒപ്പന അധ്യാപകനായ റഫീഖ്. വിധികർത്താക്കളെ നിർണ്ണയിക്കുന്നതിൽ ഏകോപനമുണ്ടാവണമെന്നും അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു. എൻ്റെ പേര് റഫീഖ് എന്നാണ്. ഞാൻ കാസർഗോഡ്. മാപ്പിള കലയെ കുറിച്ചിട്ട് ദഫ്, ഒപ്പന, വട്ടപ്പാട്ട് അങ്ങനെയുള്ള ആയിട്ടില്ല അതിനെ പഠിപ്പിക്കലും അതിൻ്റെ അധികാരികമായിട്ടുള്ള കുറച്ച് അറിവുകൾ എനിക്കുണ്ട്. എന്നിരുന്നാലും ഈ ജഡ്ജസ് ഇപ്പം നമ്മൾ ഒരു വിധികർത്താവ് എന്നുള്ള രീതിയിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് തലത്തുനിന്ന് അവർക്ക് ആധികാരികമായിട്ടുള്ള എന്തെങ്കിലും ഒരു അറിവ് ഉണ്ടോ എന്നുള്ള ഇത് അവർക്ക് വേണം. അത് സ്വാഭാവികം. നമ്മളിപ്പോൾ ഏത് വിഷയത്തിലാണെങ്കിലും ഗവൺമെൻറ്റിലെ ഒരു അപ്ലോയ്മെൻറ്റ് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും എടുക്കുമ്പോൾ നമ്മൾ ലൈസൻസ് കാണിക്കും, അല്ലെങ്കിൽ അവരെ സർട്ടിഫിക്കറ്റ് കാണിക്കും, ഒരു ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചോദിക്കും. അങ്ങനെയുള്ള ഒരു സംഗതിയും ഒരു സംഗതിയും ഇല്ലാണ്ട് നിയമാവലിയെ ഒരു വിധികർത്താവ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുത്തും. അത് എന്നോട് ഒരാൾ വിളിക്കും, നിങ്ങൾ 3 പേരെ കൊണ്ടുവരും. അത് ഓട്ടോ ഡ്രൈവർ ആവാം, ഒരു നാടൻ തൊഴിലുണ്ടാവാം, എന്ത് തൊഴിലായാലും അവർ മുസ്ലിം ആയാലും മതി. ഒരു മാപ്പിള എന്നുള്ള രീതിയിലേക്ക് ലേബിൾ മാത്രം മാപ്പിള കലന്റെ കുറിച്ചിട്ട് ആരാധികാലികമായിട്ട് ഒരുപാട് അറിവുകൾ ഉണ്ട് എന്നാണ് ധാരണകൾ. അതിനില്ലെന്ന് വെച്ചാൽ നമ്മൾക്ക് ആ കല നിലനിന്ന് പോകണമെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ പറ്റും. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ഈ ജഡ്ജസ്മെന്റിൽ നിന്ന് എന്തെങ്കിലും പാളിച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് തൽക്കാലം അവരെ കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ലൈസൻസ് കട്ട് ചെയ്യാവുന്ന പോലെ അവരെ ഇരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെയാണ് ഒരുപാട് അപ്പീലുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അത് ഗവൺമെന്റ്